പാദപൂജ പേജ് 276 ഭൂതജയം. കുളത്തൂരുള്ള ഒരു അരിക്കച്ചവടക്കാരി പാച്ചി സ്വാമിജിയോടൊരു ഫോട്ടോ ആവശ്യപ്പെട്ടു. എന്തിനാടോ ഈ വെറും പടം, മനസ്സിലുള്ളത് പോരെ എന്നായിരുന്നു ചോദ്യം. എന്നാൽ അവരുടെ നിർബന്ധത്തിനു വിധേയമായി ഫോട്ടോ എടുത്തുകൊള്ളാൻ സ്വാമിജി അനുവദിച്ചു. നെടുമങ്ങാട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറെ അതിനവർ നിയോഗിച്ചു. ഫോട്ടോഗ്രാഫർ സാധാരണഗതിയിൽ ഫോട്ടോ എടുക്കുന്നതിന് തയ്യാറായ ആശ്രമത്തിൽ ശ്രീകോവിലിന് മുന്നിലുള്ള നടയിലെത്തി. നിസ്സങ്കോചം സ്വാമിജിയെ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്ത് ക്യാമറയുമായി തിരിച്ചുപോയി. സാമാന്യ മര്യാദയിൽ ഒരു വാക്കുപോലും പറയാതെയാണ് അയാൾ ഈ കൃത്യം നിർവഹിച്ചത്. ആശ്രമത്തിലെത്തുന്നതിന് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ കാറിനുള്ള ചെലവ് കൊടുത്താണ് ഫോട്ടോഗ്രാഫറെ വരുത്തിയത്. എന്നാൽ ഫിലിം കഴുകി നോക്കിയപ്പോൾ നെഗറ്റീവിന് പകരം ശൂന്യത മാത്രമാണ് കിട്ടിയത്. ഫോട്ടോ കിട്ടിയതുമില്ല. ചെലവത്രയും വഹിച്ച പാച്ചിക്ക് ഫോട്ടോ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പാച്ചി ഫോട്ടോ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വാമിയുടെ ഫോട്ടോ എടുത്തിട്ട് കിട്ടിയില്ലെന്ന് പരിഭവിച്ച് സ്വയം ചെലവ് വഹിച്ച് അദ്ദേഹം ആശ്രമത്തിലെത്തി. അന്ന് വന്നത് വില്ലുവണ്ടി എന്ന് അറിയപ്പെടുന്ന ഒരു കാളവണ്ടിയിലായിരുന്നു. ഒരു വാക്കുപോലും സ്വാമിജിയോട് ചോദിക്കാതെ വീണ്ടും ഫോട്ടോ എടുത്തു മടങ്ങി. ഫലം പഴയത് തന്നെയായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെ 4 പ്രാവശ്യം സ്വന്തം ചെലവിൽ അദ്ദേഹം ഫോട്ടോ എടുത്തു. ഒടുവിൽ പൊറുതിമുട്ടിയ ഫോട്ടോഗ്രാഫർ പാച്ചിക്ക് ചെലവായ കാശ് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ തനിക്ക് കാശല്ല, ഫോട്ടോയാണ് ആവശ്യമെന്ന് അവർ ശഠിച്ചു. എന്നിട്ട് അയാളോടൊരു ചോദ്യവും ഉന്നയിച്ചു. മനുഷ്യ, നിങ്ങൾ സ്വാമിയോട് ചോദിച്ചിട്ടല്ലേ ഫോട്ടോ എടുത്തത്? ഫോട്ടോ എടുക്കുന്നതിന് ചോദിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഫോട്ടോ പോസിംഗ് ഒന്നും ക്രമപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. അർദ്ധനഗ്നനായി നീണ്ട ജടാഭാരവും വഹിച്ച് കുനിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേക ചോദ്യമോ പ്രത്യേക അനുവാദമോ ആവശ്യമുള്ളതായി ഫോട്ടോഗ്രാഫർക്ക് തോന്നിയിരുന്നില്ല. അനേകം ബിരുദധാരികളുടെയും യാത്രയയപ്പുകളുടെയും കോളേജ് ഗ്രൂപ്പുകളുടെയും ഫോട്ടോ എടുത്തിട്ടുള്ള വിദഗ്ധനും പറ്റിയ അമളി അയാൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പല മഠയന്മാർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എടോ മനുഷ്യ, എനിക്ക് ഫോട്ടോ വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പലതുണ്ട്. നിങ്ങൾ സ്വാമിജിയോട് ചോദിച്ചിട്ടാണോ ഫോട്ടോ എടുത്തത്? എന്നാൽ ചോദിച്ചിട്ട് എടുത്തു നോക്ക്, അതിൻ്റെ കാശ് ഞാൻ തന്നോളാം. സ്വഭാവദാർഢ്യവും ഫോട്ടോഗ്രാഫറേക്കാൾ ആകാര വലിപ്പവുമുള്ള പാച്ചിയുടെ വാക്കുകളെ നിരസിക്കുന്നതിന് അയാൾക്ക് കഴിഞ്ഞില്ല. വീണ്ടും അയാൾ ആശ്രമത്തിലെത്തി. സ്വാമിജിയെ കണ്ട് ഫോട്ടോ എടുക്കുന്നതിനാണ് വന്നതെന്ന് അറിയിച്ചു. നീ 4 പ്രാവശ്യം എടുത്തതോ? എന്നിട്ടും കിട്ടിയില്ലേ? ഒന്നും അറിയാത്ത പോലെ പ്രജ്ഞാസ്വരൂപിയായ ആ മഹാത്മാവ് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഇപ്പോൾ നീ എങ്ങനെയാണ് വന്നത്? ഒരു കാളവണ്ടിയിലാണ് വന്നത് എന്ന് മറുപടി. സ്വാമിജിയുടെ പ്രതികരണം സാധുജനങ്ങളോട് അദ്ദേഹത്തിനുള്ള കാരുണ്യവും ആർഭാടത്തോടും ആർഭാടകരോടുമുള്ള ശക്തമായ വിദ്വേഷവും പ്രകടമാക്കുന്നവയായിരുന്നു. അപ്പോഴാ പാവപ്പെട്ടവരുടെ കാശ് കൊടുത്ത് നിനക്ക് കാറ് വേണമല്ലേ? നിന്റെ കാശാകുമ്പോൾ കാളവണ്ടി മതി, എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ, അവൾക്ക് ഫോട്ടോ വേണമല്ലോ. ഒരക്ഷരം പറയാതെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് മടങ്ങി. ഫോട്ടോ കിട്ടുകയും ചെയ്തു. അനന്തരകാലത്ത് ഈ ഫോട്ടോഗ്രാഫർ സ്വാമിജിയുടെ ആരാധകനായി മാറിയിരുന്നു.